സ്നേഹമുള്ളവരെ, ഇതൊരു ഓർമ്മപ്പെടുത്തലിൻ്റെ കാഴ്ചയും വിവരണവുമാണ്. കഴിഞ്ഞ മെയ് 20 ആകാശത്തു നിന്നും പെയ്തിറങ്ങിയ മഴക്കൊപ്പം വരാപ്പുഴ അതിരൂപതയിലെ മത്സ്യകർഷകരുടെ കണ്ണുനീരും പെയ്തിറങ്ങിയ ദിവസമാണ്. ഒരുപാട് പേരുടെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടു. അനേകം മത്സ്യകർഷകരുടെ വീടുകളിൽ കണ്ണുനീര് മാത്രമായി മാറ്റപ്പെട്ടു. ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ വരാപ്പുഴ അതിരൂപത മെത്രാപ്പോലീത്ത തയ്യാറായി. സേവ് പെരിയാർ ആക്ഷൻ കൗൺസിൽ അന്ന് തന്നെ വരാപ്പുഴ അതിരൂപതയിൽ സംജാതമായി. നമ്മൾ ഇനി കാണുവാൻ പോകുന്നത് ഒരുപാട് പേരുടെ നോവുകളും നൊമ്പരങ്ങളും അടങ്ങുന്ന വചനങ്ങളും വാക്യങ്ങളുമാണ്. വരാപ്പുഴ അതിരൂപതയുടെ ടാഗ് ലൈൻ ഇപ്രകാരം: ഞങ്ങളുണ്ട് കൂടെ, വേദനകളിൽ ആശ്വാസമായി, കൂടെ ചേരുവാനായും. ദുഃഖങ്ങളുടെ പെരുമഴപ്പെയ്ത്തിൽ വരാപ്പുഴ അതിരൂപത തങ്ങളുടെ അജഗണങ്ങളുടെ കണ്ണുനീര് കണ്ടു. ഞങ്ങളുണ്ട് കൂടെ എന്ന ഹാഷ്ടാഗോടുകൂടി നമ്മൾ പൊതുജന മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. നമ്മളിവിടെ കാണുന്നത് പാവങ്ങളുടെ വേദനകൾക്കൊപ്പം ഇനി മുന്നോട്ട് പോകുവാനുള്ള പ്രത്യാശയുടെ ചില പൊൻകിരണങ്ങളാണ്. ആ പ്രത്യാശയുടെ വചനങ്ങളിലേക്ക്, ഞങ്ങളുണ്ട് കൂടെ എന്ന ഓർമ്മപ്പെടുത്തലിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വരാപ്പുഴ അതിരൂപതയുടെ സേവ് പെരിയാർ ആക്ഷൻ കൗൺസിൽ ചെയർമാനാണ് ഞാൻ, ഫാദർ സെബാസ്റ്റ്യൻ മൂലോട്ടുങ്കൽ. ഇക്കഴിഞ്ഞ മെയ് 20 പെരിയാറിലുണ്ടായ മത്സ്യക്കുരുതി, അതുമൂലം തകർന്ന കർഷക കുടുംബങ്ങൾ, മത്സ്യ കർഷക കുടുംബങ്ങൾ, അവരുടെ കണ്ണീര് ഇപ്പോഴും ഒപ്പാലായി മരണ സംവിധാനങ്ങൾ ഒരുങ്ങിയിട്ടില്ല എന്നത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതുമൂലം നഷ്ടമുള്ള അവരുടെ കുടുംബങ്ങൾ, അവരുടെ കണ്ണീരുകൾ, ഇതൊപ്പാൻ വരാപ്പുഴ അതിരൂപത എപ്പോഴും അവരുടെ കൂടെയുണ്ട്. വേണ്ടുന്ന സഹായങ്ങൾ, നിയമ സഹായങ്ങൾ നൽകാൻ വേണ്ടി ഈ ഭരണ സംവിധാനങ്ങൾ വളരെ മടി കാണിക്കുന്ന ഈ സമയത്ത് ശക്തിയോടുകൂടെ വരാപ്പുഴ അതിരൂപത സേവ് പെരിയാർ ആക്ഷൻ കൗൺസിൽ ഈ കർഷക കുടുംബങ്ങളോട് കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം ഗവൺമെൻറ്റിൽ നിന്നും വേണ്ട നിയമസഹായങ്ങൾ അവർക്ക് നൽകിക്കൊണ്ട് അവരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാൻ സാധിക്കണം. അതിലുപരി ഈ പെരിയാർ മലിനമാക്കുന്നതിൽ നിന്നും, നമ്മുടെ കുടിവെള്ളമാണ് പെരിയാർ, ആ പെരിയാറിനെ മലിനമാക്കുന്നതിൽ നിന്നും വേണ്ട എല്ലാ നിയന്ത്രണങ്ങളും കൊടുത്തുകൊണ്ട് അതിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്ന വലിയൊരു ആഹ്വാനത്തോടുകൂടെ സേവ് പെരിയാർ ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് പോവുകയാണ്. അതിനുള്ള എല്ലാ ശക്തമായ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുകയാണ്. ഞാൻ അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ്, കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. 2024 മെയ് 20 പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയപ്പോൾ നമ്മളൊക്കെ തിരിച്ചറിഞ്ഞ, വളരെ നാളുകളായി നമ്മുടെ അറിവിലുള്ള ഒരു കാര്യം വീണ്ടും ഓർമ്മയിൽ വന്നു. പെരിയാർ ജലം മലിനമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത. അതിനെതിരെ നിരവധി നടപടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി. നിരവധി ആളുകൾ അതുമൂലം അവിടെ മത്സ്യകൃഷി നടത്തിയിരുന്ന ആളുകൾക്ക് നഷ്ടം വന്നപ്പോൾ അവർ പരാതികളുമായി മുന്നോട്ട് പോയി. ഈ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് തന്നെ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് ഈ വിഷയത്തിൽ ഇടപെടുകയും ഇത് സംബന്ധിച്ച് സത്വരമായ നടപടി ഉണ്ടാകണം, നഷ്ടപരിഹാരം നൽകണം, പെരിയാറിലെ ജലം മലിനമാകുന്നത് തടയാനുള്ള, ജലം ശുദ്ധമാക്കാനുള്ള സേവ് പെരിയാർ എന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു സേവ് പെരിയാർ എന്നൊരു ആക്ഷൻ കൗൺസിലിന് രൂപം നൽകി. ഈ കൗൺസിലിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മുഖ്യമന്ത്രിക്ക് പോസ്റ്റ് കാർഡ് അയക്കുന്ന എല്ലാ ഇടവുകളിലും വരുന്ന ഞായറാഴ്ച പോസ്റ്റുകൾ അയക്കുന്ന പരിപാടിയിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായി ഇന്ന് ആർച്ച് ബിഷപ്പ് അത് ഉദ്ഘാടനം ചെയ്യുക കൂടി ചെയ്തു. ഇവിടെ സൂചിപ്പിക്കുന്നൊരു വിഷയം, ഇവിടെ നഷ്ടം സംഭവിച്ച ആളുകൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് ആ പരാതിക്ക് ആദ്യം പരാതി സ്വീകരിക്കാൻ പോലും മടിച്ചു. പക്ഷെ പിന്നീട് പരാതി സ്വീകരിച്ചു. പക്ഷേ പരാതി സ്വീകരിച്ചതിന് ശേഷം പരാതിക്കാരുടെ യാതൊരു ഭാഗവും കേൾക്കാതെ പരാതി ക്ലോസ് ചെയ്തു എന്ന മെസ്സേജാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പരാതിക്കാർക്ക് ലഭിച്ചത്. ഇതൊക്കെ തികച്ചും നിയമവിരുദ്ധമായ ഒരു കാര്യം തന്നെയാണ്. നഷ്ടമുണ്ടായപ്പോൾ പെരിയാറിനെ രക്ഷിക്കണമെന്ന പേരിൽ ആളുകൾ ഇനിയും കൂടും. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്യാമ്പയിൻ, സേവ് പെരിയാർ എന്ന ക്യാമ്പയിൻ, കേവലം ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ നഷ്ടം സംഭവിച്ച് മാത്രമല്ല,
ഇത് പെരിയാറിനെ രക്ഷിക്കാനാണ്. പെരിയാറിലെ ജലം ഇനി മലിനമാകുന്നത് തടയണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. പെരിയാറിലെ ജലമാണ് നമ്മളൊക്കെ കുടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടികളിലേക്കാണ് കടക്കുന്നത്. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നൽകിയിട്ടുള്ള പരാതികൾ അത് ശരിയായ വിധത്തിലല്ലാതെ ആ പരാതികൾ ക്ലോസ് ചെയ്യുന്ന നിലപാട് തുടരാനാണ് ഈ പോലീസ് അധികാരികളുടെയും മറ്റു സംവിധാനങ്ങളുടെയും ഉദ്ദേശമെങ്കിൽ അതിനെതിരെ നിയമപരമായിട്ട് തന്നെ കമ്മീഷൻ ഉൾപ്പെടെയുള്ള മേൽ സംവിധാനങ്ങൾക്ക് നിങ്ങൾ പരാതി കൊടുക്കുന്നുണ്ട്. ആ പരാതിയിലും നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ പോലീസ് സ്റ്റേഷനിലേക്കുള്ള പ്രത്യക്ഷ സമരപരിപാടികൾ ഉൾപ്പെടെ ആ രീതിയിൽ ഈ മത്സ്യത്തൊഴിലാളികളും ഇതുമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളും ഈ ജലം ഉപയോഗിക്കുന്ന മുഴുവൻ ആളുകളും ഓടിച്ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതിനെല്ലാവരും പിന്തുണയും വരാപ്പുഴ അതിരൂപതയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് കൂടി നമുക്ക് അറിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആർച്ച് ബിഷപ്പ് മുൻകൈയെടുത്ത് അത്തരം ഒരു പോസ്റ്റ് കാർഡ് മുഖ്യമന്ത്രിക്ക് അയക്കാൻ തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. കൃത്യമായൊരു നഷ്ടപരിഹാരം ഇതിന് നഷ്ടം നേരിട്ട ആളുകൾക്ക് നൽകണം. മാത്രമല്ല ഈ കുടിവെള്ളം സംരക്ഷിക്കാൻ, ഈ ജലം ശുദ്ധമാക്കാൻ എല്ലാവിധ നടപടികളും നമ്മുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടാകണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ പേര് ജിത്തു. ഞാൻ കടമക്കുടി പഞ്ചായത്തിലെ ചരിയന്തിരുത്ത് 2-ാം വാർഡിൽ താമസിക്കുന്ന വ്യക്തിയാണ്. മത്സ്യ കർഷകനാണ്, മത്സ്യത്തൊഴിലാളിയുമാണ്. ഏകദേശം ഒരു 18 കൊല്ലമായി മത്സ്യബന്ധന മേഖലയാണ് വർക്ക് ചെയ്യുന്നു. 6 കൊല്ലമായിട്ട് ഈ കൂടുകൃഷിയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മത്സ്യ കർഷകനാണ് ഞാൻ. എനിക്ക് വളരെ ഒരു പ്രതീക്ഷ കൂടിയാണ് ഈ വർഷം നമ്മൾ കൂടുകൃഷി ചെയ്ത് തുടങ്ങിയത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാതെ പെരിയാറിൽ അസാമാന്യങ്ങൾ കലർന്ന് നമ്മുടെ മത്സ്യങ്ങളെല്ലാം ചത്തുപോയി. ഒരു സാഹചര്യത്തിൽ വളരെ വിഷമത്തോടു കൂടിയാണ് ഞങ്ങൾ കുടുംബങ്ങൾ, കുട്ടികൾ സ്കൂളിലയക്കണം, അതുകൊണ്ട് എന്ത് ഒരു സഹായം ഇവിടെ നിന്ന് കിട്ടുമോ എന്നൊന്നും നമുക്ക് അത് കിട്ടിയില്ല. നമ്മൾ പല പരാതികളായിട്ട് പല സ്ഥലത്തും ചെന്നു. പക്ഷേ നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തപ്പോൾ അവർ പറയുന്നത് പരാതി ആദ്യം സ്വീകരിച്ചില്ല, നമുക്ക് നിന്നെ സ്റ്റേഷനിൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ 2 സ്റ്റേഷനിൽ മാറി മാറി നമ്മൾ കൊടുത്തു പരാതി. അവരെ സ്വീകരിക്കാണ്ടായപ്പോൾ നമ്മുടെ വക്കീലിനെ വിളിച്ച് ചോദിച്ചപ്പോൾ വക്കീൽ പറഞ്ഞത് നിങ്ങളെ സ്റ്റേഷൻ പരിധിക്ക് കൊടുക്കൂ, അപ്പോൾ പരാതി സ്വീകരിച്ചില്ലെങ്കിൽ വിളിക്കാൻ പറഞ്ഞ്. അങ്ങനെ നമ്മൾ വക്കീലിൻ്റെ റിസപ്റ്റ് വീണ്ടും ചെന്നപ്പോൾ ഇവർ പരാതി സ്വീകരിച്ചു. പരാതി സ്വീകരിച്ചതിന് ശേഷം ഇതിനെപ്പറ്റി ഒരു കാര്യവും ചോദിക്കാണ്ട് ഈ പരാതി ക്ലോസ് ചെയ്തെന്നും പറഞ്ഞൊരു ആദ്യം നമ്മൾ സ്വീകരിച്ചതായിട്ടൊരു മെസ്സേജ് വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ക്ലോസ് ചെയ്തെന്നും നിങ്ങളുടെ കംപ്ലൈൻറ്റ് ക്ലോസ് ചെയ്തെന്നും പറഞ്ഞൊരു മെസ്സേജ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു വിഷമഘട്ടത്തിൽ കൂടിയാണ് പോകുന്നത്. കാരണം കുഞ്ഞുങ്ങൾ സ്കൂളിൽ വിടാൻ നമ്മുടെ സാമ്പത്തിക ബാധ്യത, ഈ കൂടുകൃഷി ചെയ്യുന്നതിൽ നമ്മൾ മിക്ക കർഷകർക്കും KCC ലോണൊക്കെ എടുത്തിട്ടാണ് ചെയ്യണത് ഓരോ വർഷവും. അപ്പോൾ ആ ഒരു ഇതിൽ കൂടി ഇപ്പോൾ നമ്മളൊരു വിഷമം ഒരു കേൾക്കാൻ പോലും തയ്യാറാകാതെ ഈ ഒരു കേസ് ക്ലോസ് ചെയ്യുമെന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു മെസ്സേജ് വളരെയേറെ വിഷമമാണ് ഉണ്ടായത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കേൾക്കാനും ആരുമില്ല, നമ്മളെ സഹായിക്കാനും ആരുമില്ല. ഒരു പുഴുക്കളെ പോലെയാണ് ഞങ്ങളെയൊക്കെ കാണുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇതിൽ എന്താണ് നടന്നിരിക്കുന്നതെന്ന് സർക്കാർ കണ്ടുപിടിച്ച് വേണ്ട നടപടി കുറ്റക്കാർക്കെതിരെ എടുക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ പേര് ആൻ്റണി എന്നാണ്. ഞാൻ മൂലമ്പള്ളി സെൻറ്റ് അഗസ്റ്റിൻ ഇടവംഗമാണ്. 2018 മുതൽ മത്സ്യക്കൂട് കൃഷി ചെയ്തു വരുന്നു. ഈ വർഷമാണെങ്കിൽ നല്ല രീതിയിൽ കൃഷി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെരിയാറിലെ മലിനജലം മൂലം ഞാൻ ചെയ്തിരുന്ന 3 കൂട്ടിലെയും മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത്. എനിക്ക് വളരെയേറെ വിഷമവും സാമ്പത്തിക നഷ്ടവുമുണ്ട്. എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. 2 പേരും ഡിഗ്രി പഠിക്കുകയാണോ. ഇവരെയൊക്കെ നല്ല രീതിയിൽ പഠിപ്പിച്ച് സമൂഹത്തിൽ നല്ല വ്യക്തികളാക്കി തീർക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് കൂടുതൽ സമയം കണ്ടെത്തി കഷ്ടപ്പെട്ട് ഈ കൂട് കൃഷി ചെയ്തു വരുന്നത്. എന്നെ പോലെ തന്നെ ഒത്തിരി പേര് ഈ മത്സ്യക്കൂട് കൃഷി ചെയ്യുന്നുണ്ട്. ഇവർക്കെല്ലാവർക്കും തന്നെ വളരെയേറെ സാമ്പത്തിക നഷ്ടമുണ്ടായി. അധികാരികളുടെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ ഫിഷറീസിലെല്ലാം പരാതി കൊടുക്കുകയുണ്ടായി. എന്നാൽ വരാപ്പുഴ പോലീസ് സ്റ്റേഷനിൽ പോവുകയും പരാതി കൊടുക്കുകയും അവരെ കംപ്ലൈൻറ്റ് ചെയ്യിക്കുകയും ചെയ്തു. അന്ന് തന്നെ ഞാൻ എനിക്ക് കിട്ടിയ മറുപടി കംപ്ലൈൻറ്റ് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നോട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ എനിക്ക് എന്താണ് നഷ്ടം സംഭവിച്ചതെന്ന് ചോദിക്കുകയും ചെയ്തില്ല. ആ രീതിയിലുള്ള ഒരു നടപടി വളരെ വിഷമകരമായി പോയി. എന്നെപ്പോലെ തന്നെ 3-5 പേരെ
എന്നോടൊപ്പം കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. അവർക്കെല്ലാം വന്ന മെസ്സേജ് ഇങ്ങനെയാണ്, റിപ്പോർട്ട് കംപ്ലൈൻറ്റ് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞാണ്. നമ്മൾക്ക് ആരെയാണ് സമീപിക്കാൻ കഴിയുന്നത്? അധികാരികളെയല്ലേ. അപ്പോൾ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തിടേണ്ട ഈ പോലീസ് അധികാരികൾ എന്തുകൊണ്ടാണ് ഞങ്ങളോടൊപ്പം നിൽക്കാൻ എന്ന ഒരു ചോദ്യമാണ് എൻ്റെ മുന്നിലുള്ളത്. തുടർന്ന് അതിനുള്ള വേണ്ട നടപടികളിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. സേവ് പെരിയാർ എന്നൊരു സംഘടന വരാപ്പ അതിരൂപതയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ സഹായങ്ങളും അവർ പോയി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംരക്ഷിക്കുക, അതോടൊപ്പം തന്നെ പെരിയാറിലെ ജലം മലിനമാകുന്നത് തടയുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകുമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടെ തന്നെയാണ് അതിരൂപത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.